ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ആക്സിയം 4 ദൌത്യത്തിലെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയും സംഘവും സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. ദൌത്യ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. സാധ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. കീം പരീക്ഷാ ഫലങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നതിൽ നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം. കേരളത്തിന്റെ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ആക്സിയം 4 ദൌത്യത്തിലെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയും മറ്റു 3 യാത്രികരും 18 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. കാലിഫോർണിയയിലെ സാൻ ഡീഗോ തീരത്ത് പസഫിക് സമുദ്രത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന്റെ സ്പ്ലാഷ് ലാൻഡിംഗ് നടന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്നതിനായി 4 യാത്രികരും 7 ദിവസത്തെ പുനരധിവാസ പരിപാടിക്ക് വിധേയരാകും. കഴിഞ്ഞ മാസം 25-നാണ് ഫ്ലോറിഡയിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ചത്. ഈ യാത്രയോടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 1984-ൽ ബഹിരാകാശ യാത്ര നടത്തിയ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തിയ 2ാമത്തെ ഇന്ത്യൻ യാത്രികൻ എന്നീ നേട്ടങ്ങൾ സ്വന്തമാക്കി. ബഹിരാകാശ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയെയും ദൌത്യ സംഘത്തെയും അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയിൽ പുതിയ നാഴികക്കല്ല് സൃഷ്ടിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. ശുഭാംശു ശുക്ലയുടെ സമർപ്പണം, ധൈര്യം എന്നിവ 100 കോടിയിലധികം ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പ്രചോദനം നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയ്ക്ക് അഭിമാന നിമിഷമാണിതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. നിമിഷപ്രിയയുടെ കുടുംബത്തിന് എതിർകക്ഷിയുമായി സംസാരിച്ച് പരിഹാരത്തിലെത്താൻ കൂടുതൽ സമയം തേടുന്നതിന് കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായാണ് നാളെ നടപ്പാക്കാനിരുന്ന വധശിക്ഷ മാറ്റിയതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. കേസിന്റെ തുടക്കം മുതൽ വിഷയത്തിൽ സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രം നൽകിയിരുന്നു. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ യമൻ ജയിൽ അധികൃതരുമായും പ്രോസിക്യൂട്ടറുടെ ഓഫീസുമായും നിരന്തരം ബന്ധപ്പെട്ടതും ശിക്ഷ മാറ്റിവെക്കുന്നതിന് കാരണമായതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിയതിൽ സന്തോഷമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആശ്വാസവാർത്തയ്ക്ക് കാരണം പല തലങ്ങളിൽ നിന്നുള്ള കൂട്ടായ പരിശ്രമമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. I'm very happy that the punishment which was to be executed has been postponed. It is really good thing. On humanitarian ground, all of us are really praying to the God that these punishments should be even be to turn away. I'm hoping for still best part to come. Let us hope for that. There are many people involved in this. I think all of them are trying their best. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ച വാർത്ത ആശ്വാസജനകവും പ്രതീക്ഷാ നിർഭരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിക്ഷാവിധിയിൽ നിന്ന് മുക്തി നേടാനുള്ള കൂടുതൽ സമയമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നു. നിലവിൽ 609 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കി ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇ-സഞ്ജീവനി വഴി ഡോക്ടറുടെ സൌജന്യ സേവനം തേടണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നൈപുണ്യ വികസന സംരംഭകത്വ സർവകലാശാല ആരംഭിക്കുന്നതിന്റെ സാധ്യതകൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി പി രാജീവ്. സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ലോഞ്ചും ആദ്യ രജിസ്ട്രേഷനും കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഒരു കുറവായി കണ്ടിരുന്നത് കോളേജിൽ നിന്ന് നേടുന്ന ഡിഗ്രിയും വ്യവസായത്തിന് ആവശ്യമായ സ്കില്ലും തമ്മിൽ ഒരു അന്തരമുണ്ടെന്നുള്ളതാണ്. അതെങ്ങനെ പരിഹരിക്കാം? അത് കുറെ കാലമായി അത്തരം ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള കോഴ്സുകൾ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഒരു സ്കിൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് യൂണിവേഴ്സിറ്റി അത് കേരളത്തിൽ ആരംഭിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ചടങ്ങിൽ ലോക യുവജന നൈപുണ്യ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു.
കേരളത്തിന്റെ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. കേന്ദ്ര സർക്കാരിന്റെ ഭരണപരിഷ്കരണ വകുപ്പിന്റെ സംസ്ഥാന സഹകരണ സംരംഭ പദ്ധതിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന 11 ഇനങ്ങളിൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതി 1ാം സ്ഥാനം നേടി. വിവിധതരം സാക്ഷ്യപത്രങ്ങൾക്ക് ഓരോ തവണയും അപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ പരിഹരിക്കുന്നതിനാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്ന ആശയത്തിന് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത്. ഒരു ATM കാർഡിന്റെ മാതൃകയിൽ ചിപ്പും QR കോഡും യുണീക് നമ്പരും ഉൾപ്പെടുന്ന ഡിജിറ്റൽ റവന്യൂ കാർഡിൽ വ്യക്തിഗത വിവരങ്ങളും ഭൂമി സംബന്ധമായ വിവരങ്ങളും ലഭ്യമാകും. നാടിന്റെ വികസനത്തിൽ നബാർഡ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് മന്ത്രി VN വാസവൻ. നബാർഡിന്റെ 44ാമത് സ്ഥാപക ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ ഒപ്പം നിന്നത് നബാർഡാണെന്നും ശ്രീ VN വാസവൻ പറഞ്ഞു. കീം പരീക്ഷാ ഫലങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. വ്യത്യസ്ത ബോർഡുകളുടെ മാർക്ക് ഏകീകരിക്കുന്നത് പരീക്ഷയ്ക്ക് ശേഷം മാറ്റാൻ കഴിയുമോ എന്ന നിയമപ്രശ്നം ഭാവിയിൽ പരിഗണിക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചു. കീം പരീക്ഷാ ഫലം റദ്ദാക്കിയ കേരള ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതി നിലപാട് വ്യക്തമാക്കിയത്. ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നു മുതൽ ഈ മാസം 19 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം, കല്യാശ്ശേരി, അഴീക്കോട് മണ്ഡലങ്ങളിലെ പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. ആകെ 315 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ 137ഉം അഴീക്കോട് മണ്ഡലത്തിൽ 76ഉം കല്യാശ്ശേരി മണ്ഡലത്തിൽ 102ഉം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. കല്യാശ്ശേരിയിൽ വിതരണം ചെയ്ത പട്ടയങ്ങളിൽ ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം, മാടായി പഞ്ചായത്തിൽ സർവേ ചെയ്ത് കടൽപ്പുറമ്പോക്കിലെ 9 പട്ടയങ്ങൾ, ഒരു ഭൂദാനം പട്ടയം എന്നിവയും ഉൾപ്പെടുന്നു. കൂത്തുപറമ്പിൽ 61ഉം പയ്യന്നൂരിൽ 10ഉം ഉൾപ്പെടെ 71 LT പട്ടയങ്ങളും 5 LA പട്ടയങ്ങളും മന്ത്രി ഓൺലൈനായി വിതരണം ചെയ്തു. ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്ക് ഡിജിറ്റൽ റവന്യൂ കാർഡ് എല്ലാവരുടെയും കൈകളിൽ എത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം ദേശീയ പുരസ്കാരം സ്വന്തമാക്കി കേരളത്തിലെ വയനാട് ജില്ല. കാർഷിക വിളകളുടെ വിഭാഗത്തിൽ വയനാടൻ കാപ്പി പ്രത്യേക പരാമർശം നേടി. വയനാടിന്റെ കാപ്പി പോലെ ആഗോളതലത്തിൽ എത്തിക്കാൻ കഴിയുന്ന നിരവധി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ രാജ്യത്തിനുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. പ്രഥമ സംസ്ഥാന ആയുഷ് കായകൽപ് അവാർഡുകൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. സംസ്ഥാന തലത്തിൽ ജില്ലാ ആശുപത്രി വിഭാഗത്തിൽ എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രി 1ാം സ്ഥാനവും കൊല്ലം ജില്ലാ ആയുർവേദ ആശുപത്രി 2ാം സ്ഥാനവും നേടി. ഹോമിയോപ്പതി വകുപ്പ് ജില്ലാ ആശുപത്രികളിൽ തൃശൂരും എറണാകുളവും 1ഉം 2ഉം സ്ഥാനങ്ങൾ വീതം കരസ്ഥമാക്കി. സർക്കാർ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ആയുഷ് കായകൽപ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 66,000-ൽ പരം ടൺ മാലിന്യമാണ് ഹരിതകർമ്മസേന ശേഖരിച്ചതെന്ന് മന്ത്രി MB രാജേഷ്. വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അമരവിളയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാലിന്യം നൽകിയാൽ തിരികെ പണം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കർക്കിടക മാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5-ന് തുറക്കും. നാളെ പൂജകളൊന്നും ഉണ്ടാവില്ല. മറ്റന്നാൾ കർക്കിടകം 1-ന് രാവിലെ മുതൽ നട അടയ്ക്കുന്ന 21 വരെ എല്ലാ ദിനവും പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. 21-ന് രാത്രി 10-ന് നട അടച്ചാൽ ഈ മാസം 29-ന് നിറപുത്തരി പൂജയ്ക്കായി നട വീണ്ടും തുറക്കും. മിൽമ പാൽ വിലവർധന സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാൻ 5-അംഗ സമിതിയെ രൂപീകരിച്ചതായി മിൽമ ചെയർമാൻ KS മണി. സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും പാൽ വില വർധനയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതെന്ന് ഇന്ന് ചേർന്ന മിൽമ ബോർഡ് യോഗത്തിന് ശേഷം അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് 2025-26 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് കേന്ദ്രീകൃത അലോട്ട്മെന്റിന് ഓപ്ഷനുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആക്സിയം 4 ദൌത്യത്തിലെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയും സംഘവും സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. ദൌത്യസംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. സാധ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കിയതായി കേന്ദ്ര സർക്കാർ.
കീം പരീക്ഷാ ഫലങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നതിൽ നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം. കേരളത്തിന്റെ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.